അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് വേറെ മീൻ കൊണ്ട് മുളകാറ് വെച്ച് ഇന്നൊരു ചൂരമീൻ കിട്ടി. 1.5 കിലോളം 100 രൂപക്ക് തന്നു. അപ്പോൾ അത് മനസ്സോടെ വാങ്ങി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അച്ചാറുണ്ടാക്കാമെന്ന്. കൊച്ചിന് സ്കൂളിലും കൊടുത്തു വിടാം. അങ്ങനെ അത് കായൊക്കെ തേച്ച് വെച്ച് അതിൻ്റെ മുള്ളും തലയൊക്കെ കൂടി ഒരു മുളക് ഇട്ട് പാവക്ക കറിയും പിന്നെ അയാൾ തന്നെ കൊണ്ടു തന്ന 10-60 രൂപയുടെ വ്യത്യാസം ഉണ്ടാകും മാർക്കറ്റിനെക്കാട്ടിലും മീനിന്. അപ്പോൾ ആ കൂന്തളും പൊരിച്ച് നല്ല തൃപ്തിയായിട്ട് തിന്നു. എനിക്ക് മീൻ വലിയ ഇഷ്ടമാണ്. മീൻ എത്ര കഴിച്ചാലും മടുക്കൂല. സോ മീനെപ്പോഴും വാങ്ങിക്കും. എൻ്റെ മോനും ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ വാപ്പാടെ ചോയ്സാണ് എനിക്ക് കിട്ടിയിരിക്കണത്. അങ്ങനെ അതൊക്കെ കൂട്ടി സൂപ്പറായിട്ട് ഊണ് കഴിച്ച്. എല്ലാവരും എന്ത് കഴിച്ച് കമൻ്റ് ഇടണേ. കമൻ്റ് ഇടുമ്പോഴല്ലേ ഒരു ആശയവിനിമയം നടക്കുകയുള്ളൂ. ഇപ്പോഴല്ലേ നിങ്ങൾ കാണുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെന്തെങ്കിലും കമൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക. നിർബന്ധിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. നമ്മൾ കമൻ്റ് ഇടാറുണ്ട് അത്യാവശ്യം കാര്യങ്ങൾ. ഇപ്പം ഇതിലൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും, കണ്ടൻറ്റ് പോരാഞ്ഞിട്ടായിരിക്കും. കുഴപ്പമില്ല, പറഞ്ഞെന്നുള്ളൂ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ദിവസം ഭംഗിയാക്കി തന്നു. നമ്മളൊന്ന് വിചാരിക്കും പഠിച്ചവനൊന്ന് നടത്തും. നമ്മൾ വിചാരിക്കണ പോലെ എല്ലാം നടന്നാൽ ലോകം പണ്ടേ അവസാനിച്ചു പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാം നല്ല ഇനെന്നുള്ള വിശ്വാസത്തോടെ എന്ത് വന്നാലും നല്ല ഇനാണ്. അങ്ങനെ ഒരു വിശ്വാസം മതി. കേൾക്കും. നമുക്ക് വല്ല പ്രയാസമായിട്ട് തോന്നും, പക്ഷേ ഇല്ല, അതിലൊരു നന്മ ഒളിച്ചിരിക്കുന്നുണ്ട്. അത് വന്നു കഴിയുമ്പോൾ നമ്മളെ ഈ പ്രയാസം അത് ഉറപ്പാണത്. അതുകൊണ്ടിട്ട് പ്രയാസം വന്നാലും സന്തോഷം വന്നാലും നമുക്ക് അതിരി വിട്ട് സന്തോഷിക്കാനും തോന്നില്ല, ദുഃഖിക്കാനും തോന്നില്ല. ജസാക്കല്ലാഹ് ഖൈർ.